മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ ആശങ്കയായി മരണസംഖ്യ 390 കടന്നിരിക്കുകയാണ്. ടിബറ്റിലും നേപ്പാളിലുമായി 1400-ലധികം പേരെ കാണാതായിരിക്കുന്നു. ഹോട്ടെ കോശി നദിയിൽ വീണ്ടും പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. വാർത്താവിനിമയ സംവിധാനം തകർന്നതോടെ രക്ഷാപ്രവർത്തനങ്ങൾ സങ്കീർണമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന നേപ്പാൾ നുവാക്കോട്ട് ആർമി ക്യാമ്പിലാണ് ഇപ്പോൾ ആദിൽ പാലോടുള്ളത്. അതിലേക്ക് വീണ്ടും ഒന്ന് പോവുകയാണ്. അതിലിപ്പോൾ നുവാക്കോട്ട് ആർമി ക്യാമ്പിലാണ് ഇപ്പോൾ ഉള്ളത്. രക്ഷാപ്രവർത്തനം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ എങ്ങനെയാണത് ഏകോപിപ്പിക്കുന്നത് ആദിൽ? സ്മൃതി, ഇപ്പോൾ ചെയ്യുന്നത് നേപ്പാളിൽ നമ്മൾ നേരത്തെ കാണിച്ച ഭാഗങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ട്. അവിടെയൊക്കെ വെള്ളത്തിൽ നിന്ന് വഴിയൊക്കെ നഷ്ടമായവരെ ഹെലികോപ്റ്ററിൽ പോയി ദൃശ്യങ്ങളിലേക്ക് പോയാൽ അവിടെ ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ ഉയരുകയാണ്. ഹെലികോപ്റ്ററിൽ പോയി ഈ REB ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഇവിടെ നിന്നും ഹെലികോപ്റ്ററിൽ സൈനികർ പോകും. പിന്നീട് അവരെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ ഇങ്ങോട്ട് എത്തിക്കുകയാണ്. നമുക്ക് അകത്തേക്ക് കടക്കുന്നതിനൊക്കെ പ്രയാസമുണ്ട്. മുള്ളുവേലി വെച്ച് അതിൻ്റെ പുറത്ത് ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്നും ആർമി ക്യാമ്പിൽ നിന്നും ഹെലികോപ്റ്റർ വഴി ആളുകളെ ഇവിടേക്ക് തിരിച്ചെത്തിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നിന്നും നിരവധി ഹെലികോപ്റ്ററുകൾ, 10ഓളം ഹെലികോപ്റ്ററുകൾ നമ്മൾ വരുമ്പോഴുണ്ടായിരുന്നു. പലപ്പോഴായി പുറത്തേക്ക് പോകുന്നു. റസ്വയിലും മറ്റുമൊക്കെ ഈ മിന്നൽ പ്രളയത്തിൽ ഒലിച്ചുപോയി ചില ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ കഴിയുന്ന ആളുകളെ, ജീവനോടെയുള്ളവരെ അതിവേഗം കൊണ്ടുവരിക. കാരണം അവർക്ക് ഭക്ഷണം, മറ്റ് സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ ക്യാമ്പ് കേന്ദ്രീകരിച്ചാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ നഷ്ടപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾ എത്തിയിട്ടുണ്ട്. കുടുംബങ്ങൾ അവർ വിവരങ്ങളും മറ്റും സൈനികർക്ക് നൽകുന്ന ദൃശ്യം നമുക്ക് ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. ഇത് നുവാക്കോട്ട് എന്ന മേഖലയിലെ ആർമി ക്യാമ്പാണ്. അവിടെയാണ് ഈ രൂപത്തിൽ കാഴ്ച. പലരും പുറത്തൊക്കെ കരഞ്ഞുകൊണ്ടും മറ്റുമൊക്കെ നിൽക്കുന്നുണ്ട്. സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ രൂപത്തിൽ ഇവിടെ സൈനികർ ഇരുന്ന് കാണാതായവരുടെ പേര് വിവരങ്ങൾ എഴുതുന്നു. ഏതെങ്കിലും വിധത്തിൽ രക്ഷിക്കാൻ കഴിയുമോ എന്ന അന്വേഷണം വേണ്ടപ്പെട്ടവർ നടത്തുന്നു. കാണാതായവരെ കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. ഏതായാലും സൈനികരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് നേപ്പാൾ ആർമിയുടെ ഒരു ക്യാമ്പാണ്. ഒരു ക്യാമ്പിലാണ് ഈ വിധത്തിൽ ചില അവശ്യസാധന വസ്തുക്കളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. അതൊക്കെ കൊണ്ട് അവിടേക്ക് പോകാനാണ്. ഈ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നേപ്പാൾ സർക്കാർ ആദ്യം ലക്ഷ്യം കാണുന്നത്. അതിൻ്റെ ഭാഗമായാണ് നേപ്പാൾ ആർമി ക്യാമ്പിൽ നിന്നും ഹെലികോപ്റ്റർ വഴി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇന്ത്യ തന്നെ 50 ടണ്ണിലേറെ അവശ്യസാധന വസ്തുക്കൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ എഴുതുന്നതും മറ്റും ആളുകൾ എത്തി അവരുടെ പേരുവിവരങ്ങൾ, വേണ്ടപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ആർമി ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യമാണ്. ഇപ്പോൾ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അത് ഈ രക്ഷാപ്രവർത്തകർക്ക് മണ്ണിലിറങ്ങി ആളുകളെ തിരയാൻ കഴിയുന്നില്ല. മണ്ണിനടിയിൽ പോയവരെ തിരയാൻ ഈ ഘട്ടത്തിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. കാരണം അഥവാ ചെളിയുണ്ട്. മാത്രമല്ല ഒരു ഹിമപാളി കൂടി പൊളിഞ്ഞേക്കാം. അങ്ങനെയാണെങ്കിൽ ആ തടാകം പൊളിഞ്ഞ് കൂടുതൽ രണ്ടാമത്തെ ഒരു മിന്നൽ പ്രളയത്തിന് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നേപ്പാൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ണിനടിയിൽ പോയവരെ തിരയാനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. അതൊരു പരിമിതിയുമുണ്ട്. വലിയ തോതിൽ ഒരാൾപ്പൊക്കത്തിലൊക്കെ പല ഭാഗത്തും ചെളി അടിഞ്ഞുകൂടിയിട്ടുണ്ട്. എങ്കിലും പരമാവധി ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ ജീവനോടെയുള്ള ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഹെലികോപ്റ്ററിലും മറ്റും പോയി അവിടെ നിന്നും ആളുകളെ എടുക്കുകയാണ്. ഇവിടെ തന്നെ വലിയ ജനക്കൂട്ടം നമുക്ക് കാണാൻ കഴിയും. വേണ്ടപ്പെട്ടവരെ തേടി എത്തിയതാണ് സ്മൃതി. ശരി, ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്ന നേപ്പാൾ നുവാക്കോട്ട് ആർമി ക്യാമ്പിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് ഇപ്പോൾ ആദിൽ പാലോട് നൽകിയിരിക്കുന്നത്. അതുൽ ചന്ദ്രൻ പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേപ്പാളിൽ പലയിടത്തേക്കായി അതിലിപ്പോൾ സഞ്ചരിക്കുകയാണ്. നേരത്തെ അപകടം നടന്ന തൃശ്ശൂർ നദിക്ക് സമീപത്തുനിന്നും അവിടെയാണ് ആദ്യമായി പ്രളയമുണ്ടായത്. ആ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വലിയ ഉയരത്തിൽ തന്നെ മണ്ണിൻ്റെ പാളികൾ വന്ന് വീണിരിക്കുന്ന, ചളി നിറഞ്ഞിരിക്കുന്ന പ്രദേശങ്ങൾ നമുക്ക് കാണാം. പല കെട്ടിടങ്ങളും ചെളിയിൽ പുറഞ്ഞിരിക്കുകയാണ്. അതിനടിയിൽ എത്രത്തോളം ജീവനുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നതിൻ്റെ എണ്ണം ഇപ്പോൾ തിട്ടപ്പെടുത്താനാകാത്ത വിധത്തിൽ ആശങ്കപ്പെടുത്തുന്ന കാഴ്ചയാണ് നേപ്പാളിൽ നിന്നും കാണുന്നത്.